മൂവ്മെന്റും, അതായത് റോട്ടിൽ നിന്ന് അടിച്ച് ഇന്ന ആള് അവന്റെ പിറകെ ഓടി, മറ്റവന്റെ പിറകെ ഓടി, മറ്റേ പറമ്പിലോട്ട് കയറി എന്ന് പറയുന്ന രീതിയിലെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, ഡിസൈൻഡ് ആണ്. റൈറ്റർ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമാരുടെ ഒരു ഇമോഷൻസ് നമുക്ക് എന്തായാലും കാണിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് ഇവരിലാണ് നമ്മൾ കാണാൻ സാധ്യത. അങ്ങനെ ആ ഇമോഷൻ ആദ്യം മുതലേ അതിനെ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് വർക്കായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഇത് ഭയങ്കര അണ്ടർ പ്ലേ നടത്തുന്ന ഒരാളാണ്. അണ്ടർ പ്ലേ ആണ് അത്. അപ്പം തന്നെ പുള്ളിക്ക് മനസ്സിലായി അതാണ് ഓക്കെ. ഫുൾ ആൻഡ് ഫൺ കോമഡി പരിപാടി ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം ഞാൻ കുറേ കാലം മിമിക്സ് പരേഡൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫുൾ ഫണ്ണിൽ, ഇപ്പോഴത്തെ ജനറേഷനിൽ ഫുൾ കോമഡി. നമ്മൾ നേരത്തെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്, മറ്റേ ചന്ദ്രലേഖ, കല്യാണരാമൻ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ കണ്ടില്ലേ. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ പടത്തിൻ്റെ ഭയങ്കര ഫാനാണ്. മുസ്തഫ, കപ്പേളയ്ക്ക് ശേഷം മുറ, രണ്ടും രണ്ട് ടൈപ്പ് സിനിമ, രണ്ട് ജോണറാണ്, ഒരു തരത്തിലും ബന്ധപ്പെടാത്ത രണ്ട് സിനിമകൾ. എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടർക്കും അതായിരിക്കും ആഗ്രഹമല്ലേ, പല തരത്തിലുള്ള ജോണേഴ്സ് ട്രൈ ചെയ്യുക. ഈ മുറ വർക്കായി എന്ന് കാണുമ്പോൾ സന്തോഷം എങ്ങനെ? ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു വർക്കായിരുന്നു അത്. കാരണം എൻ്റെ സെക്കൻഡ് മൂവിയാണ്. എന്താണ് മുസ്തഫ എന്ന് പറയാൻ പോകുന്നൊരു സിനിമയാണ്. എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പുതിയ കുറച്ച് പയ്യന്മാരാണ് നമ്മൾ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ലാൻഡായ ഒരു സ്ക്രിപ്റ്റ് അങ്ങനത്തെ ആയതുകൊണ്ട് കുറച്ച് പുതിയ ആളുകൾ നമുക്ക് വേണ്ടിയിരുന്നു. പുതിയ ആൾക്കാരെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പ്രൊഡക്ഷൻ സൈഡിൽ എങ്ങനെ സേഫ് ആവും എന്നുള്ള ടെൻഷൻ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു മുറയിലേക്ക് വരുമ്പോൾ. ഈ കപ്പേള കാണുമ്പോൾ നമ്മൾ മുസ്തഫയുടെ ഒരു സ്വഭാവം എന്താ, സ്വഭാവം ഇൻ ദ സെൻസ് ഒരു സിനിമാറ്റിക് സ്വഭാവം എന്താന്ന്, അത്തരം സിനിമകളായിരിക്കും ഇനി എടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷെ മുറ കാണുമ്പം ഇനി മൂന്നാമത്തെ സിനിമ എങ്ങനെയായിരിക്കും വിചാരിക്കുക. അതും വേറെ തരം ജോണറാണോ ആലോചിക്കുന്നത്? ഫുൾ ആൻഡ് ഫൺ കോമഡി പരിപാടി ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം ഞാൻ കുറേ കാലം മിമിക്സ് പരേഡൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫുൾ ഫണ്ണിൽ, ഇപ്പോഴത്തെ ജനറേഷനിൽ ഫുൾ കോമഡി. നമ്മൾ നേരത്തെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്, മറ്റേ ചന്ദ്രലേഖ, കല്യാണരാമൻ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ കണ്ടില്ലേ. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ പടത്തിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അത്തരം ഒരു സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പല ജോണറിലുള്ള പല സാധനങ്ങൾ. ഈ മുറയിൽ എനിക്ക് ചെക്കന്മാരൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ മ്യൂസിക്കാണ്. പിന്നെ നോക്കുമ്പോൾ അത് പുതിയ മ്യൂസീഷ്യനാണ്. ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? സ്വയം അദ്ദേഹം പറയാറുള്ളത് മ്യൂസിക് പ്രൊഡ്യൂസർ എന്നാണ്. ഓക്കെ. ക്രിസ്റ്റി ജോബി. ക്രിസ്റ്റീനെ എനിക്ക് നേരത്തെ പരിചയമൊന്നുമില്ല. ആരാണ്, എവിടെയാണ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ വേറെ കുറേ 1-2 ആളുകളൊക്കെ വിളിച്ച് തിരക്കുകൾ കാരണം മാറിപ്പോയി. ക്രിസ്റ്റോയെ വിളിച്ച് ഞാൻ, നമ്മൾ ഭ്രമയുഗമൊക്കെ ചെയ്ത്. ക്രിസ്റ്റോ സുഷിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ കപ്പേള ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ച് ഫോണിൽ കോൺടാക്ട് ചെയ്യാറൊക്കെ ക്രിസ്റ്റോ ആയിട്ടാണ്. അപ്പോൾ ക്രിസ്റ്റോനെ വിളിച്ചിട്ട്, ക്രിസ്റ്റോ നീ ഫ്രീ ആണോ, എങ്ങനെയാണ് പരിപാടി? ക്രിസ്റ്റോ 2-3 പരിപാടികൾ ഇങ്ങനെ വർക്ക് ഓണായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ക്രിസ്റ്റോ ആണ് എനിക്ക് കുറച്ച് ട്രാക്ക് അയച്ചു തരാം, ഇങ്ങനെ ഒരാളുണ്ട് ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നു പറഞ്ഞിട്ടാണ്. ക്രിസ്റ്റിയുടെ കുറച്ച് ട്രാക്കുകൾ കേൾക്കുന്നു, ഞാൻ പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കുന്നു, വർക്കായി നമുക്ക്. അപ്പം ഇതുവരെ ക്രിസ്റ്റോ അല്ല വേറെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്റ്റി വേറെ ആൽബംസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ട്രാക്കുകളൊക്കെ വേറെ ഏതോ പടത്തിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഇൻഡിപെൻഡൻറ്റ് പരിപാടി ആയിരുന്നില്ല, ഒരു ഫുൾ ആൻഡ് പരിപാടി ആയിരുന്നില്ല. അപ്പം നമ്മളാണ് അങ്ങനെ ഒരു ഫുൾ പരിപാടിയിൽ ഒരുമിച്ച് വന്നത്. നിങ്ങളുടെ ഫസ്റ്റ് സിനിമ സുഷിനെ ചെയ്തത്. സുഷിനെ നോക്കാൻ ഒരു ആക്ഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ മേ ബി എല്ലാവരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരെ സുഷിനായിരിക്കും. ആദ്യ സിനിമ സുഷിൻ ചെയ്തോ എന്നുള്ള നിലയ്ക്ക് കൂടി സുഷിനെ ആലോചിച്ചില്ലേ? അല്ല, നമ്മളെപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷനിൽ ആദ്യം ഒന്ന് നോക്കുമല്ലോ, ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. സുഷിനെ സംബന്ധിച്ചിടത്തോളം സുഷിൻ ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ കണക്റ്റ് ആയില്ല. അപ്പോൾ പിന്നെ ഒരു ടൈമായി, ഷൂട്ടായി. എനിക്ക് പിള്ളേരെ വെച്ചിട്ടൊരു സോങ് ഷൂട്ട് ചെയ്യാനുണ്ട്. അവരുടെ ലൈഫ് മൊത്തം പറയുന്ന ഒരു സോങ്ങാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാക്ക്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ട്രാക്ക് കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ പരിപാടി പ്ലാൻ ചെയ്യാം. സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതി വെച്ച കുറച്ച് സീക്വൻസുകളൊക്കെ എന്തായാലും അങ്ങനെയുണ്ട്. പക്ഷേ അത് ഏത് ടെമ്പോയിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു സ്കോറൊക്കെ ആ പാട്ടിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റെങ്കിലും കിട്ടിയാൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രാക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഡമ്മി ട്രാക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് പിന്നെ ഓണായി, അവിടെ നിന്ന് കണക്റ്റ് ആയി. ഓക്കെ. ഈ ആക്ഷൻ കൊറിയോഗ്രഫിയിലെ നമുക്ക് ഒരു വഴക്കം വേണമല്ലോ. അതിപ്പോൾ ഈ ആക്ഷൻ സ്റ്റണ്ട് മാസ്റ്ററുടെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങളുടെയും കൂടെ ഒരു ഇതിലാണോ അത് ഡിസൈൻ? അതോ എല്ലാ ആക്ഷനും നമ്മൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. ഫസ്റ്റ് ആക്ഷൻ മുതൽ അവസാനത്തെ ആക്ഷൻ വരെയുള്ള ഒരു
ആക്ഷൻ സീക്വൻസിനൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് നമ്മൾ സീൻ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതുപോലെ തന്നെ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റ് ആയപ്പോഴേക്ക് ഓരോ മൂവ്മെൻറ്റും, അതായത് റോട്ടിൽ നിന്ന് അടിച്ച് ഇന്ന ആൾ അവൻ്റെ പിറകെ ഓടി മറ്റവൻ്റെ പിറകെ ഓടി മറ്റേ പറമ്പിലോട്ട് കയറി എന്ന് പറയുന്ന രീതിയിലെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, ഡിസൈൻഡ് ആണ്. പക്ഷെ അത് കൊറിയോഗ്രാഫി ചെയ്യാൻ ഒരാൾ ബെസ്റ്റ് ആൾ വേണമല്ലോ. അങ്ങനെയാണ് പ്രഭു മാസ്റ്റർ നമ്മളെ PC സ്റ്റൺസ് എന്ന പേരിലാണ് പുള്ളി അറിയണത്. ടൈറ്റിൽ അങ്ങനെ കൊടുക്കാറ്. അപ്പം പുള്ളി പ്രഭു എന്നാണ് പേര്. അപ്പം വേറെയും പ്രഭു മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അങ്ങനെ, അത് കപ്പേളയിലും പുള്ളിയായിരുന്നു ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തത്. ഈ ആക്ഷൻ സീക്വൻസിന്റെ എഡിറ്റ് നിങ്ങളായിരുന്നോ അതോ പുള്ളി ചെയ്തു തരാണോ, അതെങ്ങനെയാ? അല്ലല്ല, അത് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. ഇന്നലെയാണ് പുള്ളി പടം മിനിയാന്നാന്ന് തോന്നുന്നു പടം കണ്ടത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു, സാർ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ സ്പോട്ടിൽ എഡിറ്റ് ചെയ്തത് പോലും കണ്ടിട്ടില്ല. പുള്ളി കണ്ടിട്ടില്ല. പുള്ളി പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ഇതിൽ എഴുതി വെച്ച് പുള്ളിക്ക് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അയച്ചു കൊടുക്കുന്നു. ലോപ്പസ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ അയച്ചു കൊടുക്കുന്നു. പുള്ളിയെ അപ്പം സ്ക്രിപ്റ്റിൽ എന്താണുള്ളതെന്നുള്ള പുള്ളിക്ക് കൺവേ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം പുള്ളിക്ക് അറിയാം ഏതൊക്കെ ഷോട്ട് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എടുക്കണം. എവിടെയെങ്കിലും ഞാനപ്പോൾ സ്പോട്ടിൽ ഇരിക്കുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും പോരായിക തോന്നുവാണെങ്കിൽ അപ്പോൾ നമ്മൾ പോയി പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പുള്ളി അത് കവർ ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ അങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിന്റെ ബാക്കിലും ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഈ മാലാപാർവതിനെ ആ കാസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത് ഫസ്റ്റ് അങ്ങനെയായിരുന്നോ? ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് പാർവതി ചേച്ചിനെ ആണല്ലേ? അതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ട്രിവാൻഡ്രത്തിനായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ആൾക്കാരാവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. മേ ബി സുരാജേട്ടനാണെങ്കിലും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻസ് ഇവരൊക്കെയാണ്. നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല, സംസാരിച്ചിട്ടില്ല കേട്ടോ. ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത്, ഈ ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ അവർ ഓക്കെ പറയാം. അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ നമ്മളെ ജനറൽ ബോഡിക്ക് കാണുന്ന സമയത്ത് ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ സാധനം ഉണ്ട്, ഞാൻ പറയട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുത്ത് നടക്കണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം, വസ്ത്രധാരണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ റൈറ്റർ എടുത്ത് ചോദിച്ചു, മാല ചേച്ചിൻ്റെ മാതിരിയൊക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എവിടെയോ ഇതിനെ സ്പാർക്ക് ചെയ്തൊരു സാധനം കറക്റ്റാണെന്ന്. പുള്ളിക്ക് ഒരു ആക്ടറെ പറയാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് എന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെയാണ് നമ്മളത് ഫിക്സ് ചെയ്തത്. പിന്നെ വേറൊരു ഓപ്ഷനിലേക്ക് പോയിട്ടില്ല. അതുപോലെ ഈ പിള്ളേരെ കണ്ടുപിടിച്ചതേ ഇങ്ങനെ പല കോളേജസിലൊക്കെ പോയിട്ട് എഡീസ് തപ്പിക്കൊണ്ട് വന്നതൊക്കെ കേട്ടു. ഈ 4 പേരും സെറ്റ് ആയത് എങ്ങനെ? ഋതു നേരത്തെ പടം ചെയ്തൊരു ആളാണ്, എനിക്ക് നേരത്തെ പരിചയമുണ്ട്. നമ്മൾ ഫ്രണ്ട്ലി പല സ്ഥലങ്ങളിലും മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഋതുവിൻ്റെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഋതുവിനെ നമ്മൾ അങ്ങനെ ഒരു ആദ്യം തീരുമാനിച്ചു വെച്ചു. പിന്നെ ഈ ഋതുവിൻ്റെ ഒരു ഏജിനും ഋതുവിൻ്റെ ഒരു ഫിസിക്കലി ഋതുവിനോട് ഒരു മാച്ച്, ഒരു കൂട്ടത്തിന് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ആ കൂട്ടത്തിനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രൈ ഭയങ്കരമായിട്ട് നടന്നിരുന്നു. അതിനാണ് നമ്മൾ ശരിക്കും ഓഡിഷൻ വെച്ചത്. അപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ അപ്ലൈ ചെയ്തു. 6000 സംതിങ് എന്തോ ഉണ്ടായിരുന്നു ആൾക്കാർ. അത് ഫസ്റ്റ് ഓഡിഷനിൽ ഒരു പ്രൊഫൈലും നമ്മൾ അതൊക്കെ അയക്കാൻ പറയില്ല ആ സമയത്ത്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയപ്പം ഒരു 10,000-2000 പേര് ട്രിവാൻഡ്രം. അപ്പം ട്രിവാൻഡ്രം ബേസ്ഡിലാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് അതിനകത്ത് കാസ്റ്റിംഗ് കോൾ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ. പക്ഷെ ആളുകൾ, ഈ ആഗ്രഹമുള്ള ആളുകൾ ഇത്രയും ഉണ്ടെന്നുള്ളത് മനസ്സിലായപ്പോഴാണ്. അപ്പോൾ ട്രിവാൻഡ്രം മാത്രം സോർട്ട് ചെയ്തെടുക്കുന്നു. അതിൽ നിന്ന് കുറച്ച് പേരെ വീണ്ടും ഒരു ഓൺലൈൻ ഓഡിഷൻ കൊടുക്കുന്നു. അതിൽ നിന്ന് കുറച്ച് പേരെ എടുക്കുന്നു. അങ്ങനെ ഒരു 100-200 പേരിലേക്ക് എത്തി നമ്മൾ. ADs നമ്മൾ ഇരുന്ന് സോർട്ട് ചെയ്ത് അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാളെയും കിട്ടുന്നില്ല. 2 ദിവസം വെച്ചു, എന്നിട്ടും ആരെയും കിട്ടിയില്ല. പിന്നെ നമ്മൾ ADsഉം നമ്മൾ പല വഴിക്കായിട്ട് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പല പ്രാന്തപ്രദേശങ്ങളിലും തപ്പി നടന്നു. ക്യാമ്പസുകളിൽ പോയി, നാടക സംഘങ്ങളിൽ പോയി, കവലകളിൽ പോയി, ചായക്കടയിൽ പോയി, അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന. അങ്ങനെയാണ് ഇവരെ ബാക്കി 3 പേരെ പിക്ക് ചെയ്തത്. ഓഡിഷനുള്ള ആരെയും എടുത്തില്ല അല്ലേ? ഉണ്ട്, ക്യാരക്ടർ റോൾസ് ഒക്കെ കുറച്ച്. ഈ 4 മെയിൻ ക്യാരക്ടേഴ്സ് ഇല്ല, ആരും കിട്ടിയില്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഓഡിഷനിൽ വന്ന് കിട്ടാത്തവർക്കും നന്ദി എന്ന് പറഞ്ഞൊരു അതെനിക്ക് കുറച്ച് ഫീൽ ചെയ്തൊരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഓഡിഷനിൽ നല്ല ആർട്ടിസ്റ്റുകൾ വന്നിരുന്നു. ഭയങ്കര ആഗ്രഹമുള്ള, ഭയങ്കര പാഷനേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതിന് മാച്ചായി വരാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവർക്ക് താങ്ക്സ് പറയണം തോന്നി ഒന്ന്. പിന്നെ അഭിനയിച്ചിട്ട് കട്ടായി പോയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഷൂട്ട് ചെയ്തിട്ട് കട്ടായി പോയി ചില ആളുകളുടെ. അവർ വീട്ടിൽ പറയും, കൂട്ടുകാരുടെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫസ്റ്റ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതാണ് പാലേരി മണിക്കുന്നതിന് മുമ്പ്.
അപ്പോൾ നമ്മൾ എല്ലാവരുടെ പറയും, പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ പിന്നെ ചൂളിയിരിക്കുക, ചെയറിൽ മറിഞ്ഞിരിക്കുക, ആരും കാണാതെ പുറത്തു പോവുക, അല്ലെങ്കിൽ കൂട്ടുകാരെ മറിഞ്ഞ് നടക്കുക എന്ന് പറയില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. ഉണ്ട്, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ആക്ടറാണ് അയാൾ, ആരിഫ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഓട്ടോ ഉദയൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ തന്നെ ആയിരുന്നു. പക്ഷെ അത് പല സ്ഥലങ്ങളിലായിട്ട് ടിമ്മായപ്പോൾ ആള് മിസ്സായി. ഈ വിഷമങ്ങളെ കൊണ്ടാണ് അവരെ മെൻഷൻ ചെയ്തത്. അതെ അതെ. ഇതിലേക്ക് റാപ്പ് കൊണ്ടുവരുന്നത് ഓൾറെഡി സെറ്റായ റാപ്പ് ഇതിലേക്ക് ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അവരോട് എഴുതിപ്പിച്ചതാണോ? എഴുതിപ്പിച്ചാണ്. അത് പുതിയ റാപ്പർ തന്നെയാണ് ലിറിക്ക് എഴുതിയത് ആ പാട്ടിന്റെ. അവൻ ഉഗ്രൻ കക്ഷിയാണ്. അത് ക്രിസ്റ്റിയുടെ ഒരു ചോയ്സ് ആയിരുന്നു. പേരെന്തായിരുന്നു? റൈക്കോ എന്നാണ് അവന്റെ. റൈക്കോ, അത് ഞാൻ വായിച്ചിരുന്നു. റൈക്കോ അത് മറ്റേ ഈ പേരാന്ന് തോന്നുന്നല്ലേ, റാപ്പർ നെയിമാണ് അത്. ഇപ്പൊ പൊതുവെ നമ്മളത് കാണുന്നുണ്ടല്ലോ അല്ലെ, ഈ റാപ്പ് അല്ല പല സിനിമയിലും പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു റാപ്പ് സോങ് നമ്മൾ വെക്കണ്ട. ഒരു പ്രൊമോ സോങ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ടൈറ്റിൽ വർക്കാവും. കാരണം ഇവരെ കുറിച്ചാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരുകാലികൾ അന്നാ മുറ എന്നൊക്കെ പറഞ്ഞ ലിറിക്കലി അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അത് സ്കോർ അല്ല മ്യൂസിക്കും കൂടി വന്നപ്പോൾ അടിപൊളിയായി, എല്ലാവരും വർക്കായി. അത് ഇതിലൊരു മയമില്ലാത്ത അടിയാണ്, അടിയോടടിയാണ്, പിന്നെ അതുപോലെ ബ്ലഡ് ഷെഡും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ ആസ്വദിക്കുന്നത് ഇമോഷണലി അത്രയും കണക്ട് ആവുന്നതുകൊണ്ടാണ്. അതാ ഈ ഇങ്ങനൊരു കഥ എഴുതുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനത്തെ കുറേ ഗാങ്സ്റ്റർ മൂവീസും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പിള്ളേർ, ഈ പിള്ളേർ ജയിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കരയൊക്കെ ചെയ്യാന്നുള്ളത് ആ എഴുത്തിന്റെ ആ ശക്തിയാണ്. അതൊരു ടാസ്ക് ആയിരുന്നോ? റൈറ്ററോടാണ് ചോദിക്കേണ്ടത്, പക്ഷെ നിങ്ങൾ കൂടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കൊടുക്കൽ വാങ്ങലിലൂടെയാണ് അത് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എഴുതാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ല, തിരുവനന്തപുരമാണ്, പുള്ളി പ്രോപ്പർ തിരുവനന്തപുരമാണ്. ഞാൻ പറഞ്ഞല്ല, കണ്ണമ്പായി സുരേഷ് ബാബു എന്നാണ് പുള്ളിയുടെ പേര്, ഞാൻ കണ്ണമ്പായി എന്ന് വിളിക്കാം. അല്ല കണ്ണമ്പായി, ഇത് തിരുവനന്തപുരത്തിൻ്റെ പൾസ്, അത് നിങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് അത് സെറ്റാവുള്ളൂ. ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ കപ്പേള ഞാൻ ചെയ്യുന്ന സമയത്ത് പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഷൂട്ട് മൊത്തം. അത് ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ, അപ്പോൾ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ആൾ ഭയങ്കര ഇതാണ്. ഇമോഷൻ ഈ ഗാങ്സ്റ്റർ പരിപാടി ചെയ്യുമ്പം എന്തായാലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇമോഷൻ അത് അതിലേക്ക് എത്തുള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അല്ലേ? പല ന്യൂസുകളും ഇപ്പം അവിടെ വെട്ടി ഇവിടെ വെട്ടി, അത് പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാത്ത കുടിപ്പകകളാണെങ്കിലും അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എത്ര വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ റൈറ്ററുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമാരുടെ ഒരു ഇമോഷൻസ് നമുക്ക് എന്തായാലും കാണിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഇവരിലാണ് നമ്മൾ കാണാൻ സാധ്യത. അങ്ങനെ ആ ഇമോഷൻ ആദ്യം മുതലേ അതിനെ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് വർക്കായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ സൗഹൃദം ഉണ്ടല്ലോ, ഇപ്പം മധുരയിൽ ചെന്നിട്ടുള്ള കിട്ടുന്ന സുഹൃത്തുക്കളാണ് ഇവർ തമ്മിലുള്ള ഇവരൊരു സ്നേഹം ഉണ്ടല്ലോ. പിന്നെ ഇവരിൽ ഈ ആദ്യമായിട്ടൊക്കെ മീൻസ് ഇതിലേക്ക് ഇറങ്ങുന്ന പിള്ളേരാണ്, പക്ഷെ അതുകൊണ്ട് അവരുടെ ആ വൾണറബിലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇപ്പം ഈ പൈസ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്ന അവരിൽ നന്മയാണ്. ഇതൊക്കെ നമ്മളെ അതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് റിയൽ ലൈഫിൽ നിന്നും കൂടി ഇൻസ്പയർഡ് ആയിട്ടുള്ള പലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? കണക്ഷൻ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് പല സ്ഥലത്തും നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ സിനിമയിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ ഞാനും കണ്ണൻ ചേട്ടനും ഈ റൈറ്ററും ഡയറക്ടറും അതായിരിക്കും ഏറ്റവും കൂടുതലുള്ള പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ 14 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. വേറെയും സിനിമകൾ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പേഴ്സണലി ഇമോഷൻസ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സമാധാനപ്പെടുന്നതാണ്. ഒരാളുടെ വിഷമം മറ്റൊരാൾ സമാധാനിപ്പിക്കുകയും അടുത്ത ആളുടെ വിഷമം ഇപ്പുറത്തെ ആൾ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നൊരു പരിപാടി കുറേ കാലമായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ അറിയാതെ എല്ലാവർക്കും ഉണ്ടാവട്ടോ. ഇവരുടെ സിനിമയിലോട്ട് വരുമ്പം ഈ രണ്ട് കഥാപാത്രങ്ങളെ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, വിഷയം അവതരിപ്പിക്കുന്നു, അവർ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു, കൂടെ ഇവരുടെ കൂടെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നു, അത് ജീവൻ പണം വെച്ച് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയ ലെയറാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരുപാട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, സീനുകളുടെ എണ്ണം കുറയ്ക്കണം. അപ്പം ഇത് ഒരു സീനിൽ വർക്കാവണം, ഇത്രയും കാര്യങ്ങൾ ഒരു സീനിൽ വർക്കാവണം. അതായത് ഇവർ പരിചയപ്പെടുന്ന മുതൽ ഈ വിഷയം പറഞ്ഞ് ഇവർ കൂടെ നിൽക്കുന്ന ചങ്കുകളാവുന്നത് ഒരൊറ്റ സീനിൽ വർക്കാവണം. അതൊരു വലിയ ചലഞ്ചായിരുന്നു. അപ്പോൾ അത് ആ സീൻ പല പ്രാവശ്യം ഇമ്പ്രവൈസ് ചെയ്ത് എഴുത്ത് നടക്കുമ്പോൾ തന്നെ പല തവണ ഇമ്പ്രവൈസ് ചെയ്ത് ഒരു 3-4 സീനുകളെ ലിങ്ക് ചെയ്തിട്ടാണ് ആ ഒരു സീൻ നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്തത്. അതായത് അവരുടെ ആ ശ്രമം അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു അത് എഴുത്തിൽ ഭയങ്കര ഇതൊക്കെ
ഈ പല സീൻ ചെയ്തിട്ട് ഇതിലേക്ക് വന്നു ഷൂട്ട് ചെയ്ത ശേഷമാണോ അല്ല എഴുത്തിൽ തന്നെ അതൊരു സീനിലേക്ക് ഒരു സീനിൽ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പറയും അതൊരു എക്സസൈസ് ആയിരുന്നു, ഒരു ടാസ്ക് ആയിരുന്നു. നമ്മൾ കൂട്ടത്തിൽ ഇരുന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന പോലെ ADs ആണെങ്കിലും എല്ലാവരും ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയത്താണ് അതിനെ ആ ഡയലോഗ് ഇവിടെ പറഞ്ഞാലോ ഈ ഡയലോഗ്, അപ്പം മറ്റു സീനുകളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗുകൾ ഉണ്ടാവും. അത് ഈ സീനിലോട്ട് വരുമ്പോൾ ഈ സീനിലെല്ലാം ഫില്ലായി. ഓക്കെ, അത് ഭയങ്കര ഓർഗാനിക്കലി വന്നതാണ് അതിന്റെ ഭംഗി, അല്ലെങ്കിൽ ഭയങ്കര എക്സാജറേഷൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ചില സിനിമകൾ നമ്മൾ കണ്ടോ ഈ സൗഹൃദം കാണിക്കാനുള്ള ഒരു സൗഹൃദം പിന്നെ ഒറ്റ ദിവസം കണ്ടുകൊണ്ട് എന്താ ഇത്രയെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇത് ഭയങ്കര ഓർഗാനിക്കലി. ഈ എഴുത്തില് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ എഴുത്തില് നിങ്ങൾക്ക് ചാലഞ്ചിങ് ആ ഒരു ഭാഗം ഏതായിരിക്കും? സ്ക്രിപ്റ്റിലോ? ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ ചാലഞ്ച് ഇല്ല. ഞാൻ പറഞ്ഞാൽ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ നമ്മൾ മാക്സിമം എഴുതണം ബൈ, എന്തൊക്കെയാണ് എഴുതാൻ പറ്റാതൊക്കെ എഴുതാം. എന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 സിനിമയ്ക്ക് ഉള്ള ഫുട്ടേജ് ഉണ്ടാവുമായിരുന്നു. ഈ റിയൽ ലൈഫ് ഗാങ്സ്റ്റേഴ്സിന്റെ കഥകൾ ഇതിൽ ഉണ്ടോ? മീൻസ് അങ്ങനെ പരിചയമുണ്ട്? അത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ എടുത്തു വെച്ചു എന്നല്ല കേട്ടോ. നമ്മള് ഇപ്പം ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ എല്ലാ സിനിമകളിലും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം ഈ പ്രത്യേകിച്ച് സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ. അപ്പോൾ എന്തെങ്കിലും സ്പാർക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റൈറ്റർ എന്നുള്ള രീതിയിലല്ല, നമ്മൾ ഭയങ്കര ഒരു സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ അനിയൻ പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റുകൾ പോലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യായിരുന്നു. അതെല്ലാം ഈ പറഞ്ഞ പോലെ കണ്ണൻചേട്ടൻ പറയുമ്പോൾ ഭയങ്കര സിനിമാറ്റിക് ആണ്. അപ്പം അങ്ങനെ കണ്ടും കേട്ടും പലയിടത്തുനിന്നും അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു കഥയല്ല, അത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈനായിരുന്നു. ഈ നമ്മുടെ അനി സുരാജേട്ടൻ ചെയ്ത കഥാപാത്രം ഒരു തരത്തിൽ നോക്കിയത് പ്രഡിക്റ്റബിൾ ആണ്, പക്ഷെ അതിൽ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് വെച്ചാൽ പുള്ളിയാണ്. കാരണം പുള്ളി അത് എങ്ങനെ ചെയ്തു, അതിന്റെ ഒരു മെരുക്കുണ്ടല്ലോ, അത് ഭയങ്കര പറയേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം പറഞ്ഞു കൊടുത്തത് എങ്ങനെയാ? ഞാൻ പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഇത് ഭയങ്കര അണ്ടർപ്ലേ നടത്തുന്ന ഒരാളാണ്. അണ്ടർപ്ലേ ആണ് അത്. അപ്പം തന്നെ പുള്ളിക്ക് മനസ്സിലായി ഓക്കെ. അപ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്നതാണ്, പക്ഷെ അറിയിക്കാത്ത രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളൊരു എനിക്ക് കൊടുക്കാനുള്ളൊരു സാധനം അതേ ഉള്ളായിരുന്നു. പിന്നെ സുരാജേട്ടൻ വന്നിട്ട്, സുരാജേട്ടന് കുറേ ഈ പറഞ്ഞ പോലെ ഒരു മിമിക്രി ചെയ്യുന്ന കാലം മുതൽ ഭയങ്കര ഒബ്സർവറാണ്. ക്യാരക്ടറുകൾ എങ്ങനെ ഒബ്സർവ് ചെയ്തു, സ്റ്റേജിലാണെങ്കിലും സിനിമയിൽ നമ്മൾ ഞെട്ടിച്ചതാണ്. അപ്പോൾ പിന്നെ ധൈര്യമായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരാൾ ഇത് കറക്റ്റായിട്ട് പിടിക്കും എന്നുള്ളത്. ഇങ്ങനൊരു കഥാപാത്രം പുള്ളിക്ക് ആദ്യമായിട്ടാണ്. പുള്ളി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അത് പുള്ളി ക്യാരക്ടർ നിങ്ങൾ എഴുതി, അത് പുള്ളി പെർഫോം ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹൈ എന്തായിരുന്നു? അത് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട്, നമ്മളിങ്ങനെ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ കോരിത്തരിക്കും. പല മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമല്ലേ കണ്ടുള്ളൂ സിനിമ? ഒരു പ്രാവശ്യമല്ലേ കണ്ടുള്ളൂ? ഒന്നുകൂടി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ചില സാധനങ്ങളുണ്ട്, ചില റിയാക്ഷൻസ് ഭയങ്കര സട്ടിലാണ്. അത് അത്ര ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റിയതാണത്. അത്ര ഇൻവോൾവ് ആയിരുന്നു സുരാജേട്ടൻ. ആ ഒത്തുതീർപ്പ് ചർച്ചകളിലേക്കൊക്കെ വരുമ്പോഴേ അതൊക്കെ ഗംഭീരമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനാണ്. ഭയങ്കര വയസ്സായിട്ടാണ് അത് ചെയ്തത്. ഭയങ്കര ഇഷ്ടമുള്ള സീനാണ്, ഇന്നലെയും കണ്ടു. ഈ കപ്പേള ചെയ്ത് ഒരു 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ? അതെന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വന്നേ? ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണല്ലോ. ആ സമയത്ത് വേറൊരു പടം തുടങ്ങാനിരുന്നതാണ്, പക്ഷെ അത് ഇങ്ങനെ നീണ്ടു പോയി. നിങ്ങൾ ചേരുന്നാ? അതെ. അതെന്തായിരുന്നു, എന്ത് ജോണറായിരുന്നു? അതൊരു ത്രില്ലർ ജോണർ തന്നെ. അപ്പോൾ അത് ഈ കപ്പേള ഇങ്ങനെ തിയേറ്ററിൽ ഡൗൺ ആയി നമ്മൾ ലോക്കായി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഭയങ്കര ഡിപ്രഷൻ മൂഡായിരുന്നു അത് ആ സമയം. അവനൊരു കൂട്ടുകാരൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, വരണം ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ട്രാവൽ ചെയ്യുന്നു. പിന്നെ അത് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നു. അങ്ങനെ ആർട്ടിസ്റ്റുകളിലേക്കും പ്രൊഡക്ഷനിലേക്കും പോയി. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഇതിനിടയ്ക്ക് കുറേ സ്ക്രിപ്റ്റുകൾ നമ്മൾ എഴുതി വെച്ചു. ചിലപ്പോൾ ഒരു 10 ദിവസം എവിടെയെങ്കിലും പോയി താമസിക്കും, അവിടെ നിന്ന് എന്തെങ്കിലും എഴുതും. കാരണം നമ്മൾ പറയാറുള്ളൂ പല ഐഡിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൊക്കെ ആയിരിക്കും പറയാം. എന്തെങ്കിലും തോന്നി അപ്പം വിളിച്ച് പറയും. കണ്ണൻ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ വിളിച്ച് പറയും, അല്ലെങ്കിൽ വേറെ ആരായിട്ടും കണക്ട് ആയ സാധനമാണെങ്കിൽ അവരുടെ അടുത്ത് വിളിച്ച് പറയും. അപ്പം അങ്ങനെ എല്ലാം ഒരു സിനിമാ രൂപത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പേപ്പറിലേക്കും എഴുത്തിലേക്കൊക്കെ പോകാറുള്ളത്. അപ്പം എവിടെയെങ്കിലും ഒരു 10 ദിവസം ഇരിക്കും, എന്നിട്ടൊരു 6 ദിവസം ചിലപ്പോൾ സംസാരിച്ചിരിക്കാറായിരിക്കും. ഒരു 4 ദിവസം ബാക്കി സമയം ചിലപ്പോൾ അത് പേപ്പറിൽ 1 ലൈൻ പോലെ കിടക്കും. അങ്ങനെ പല രൂപത്തിൽ കിടക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഈ സമയത്താണ് ചെയ്തത്.
ഇനിയിപ്പോൾ അതിൽ നിന്ന് റെഡിയാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഈ പറഞ്ഞ പല സ്റ്റേജുകളിലാണ്. ചിലത് ഫുൾ ആയതുണ്ട്, ചില സ്ക്രിപ്റ്റ് 1 ലൈൻ പോലെ കിടക്കുന്നുണ്ട്, ചിലത് ഡയലോഗ് വേർഷൻ മാത്രം എഴുതാനുള്ള ഒരു പോർഷൻ, അങ്ങനെയൊക്കെ. ഒരു ഈ പുതിയ പിള്ളേരെ കൊണ്ട് അതായത് ഇപ്പോൾ എപ്പോഴും പറയുമല്ലോ ഒരു ഡയറക്ടർ 2ാമത്തെ പടമാണ് അയാളുടെ ഒരു കരിയർ നിശ്ചയിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതൊരു എക്സ്ട്രാ പ്രഷറാണോ? ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ആരും പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും എടാ നിന്റെ പടം അടുത്ത പടം നീ സൂക്ഷിക്കണം അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ശരിയാണല്ലോ, മറ്റേത് ഇങ്ങനെ ചക്ക വീണ് മയിൽ ചത്തു എന്നൊക്കെ പറയുമോ ആൾക്കാർ എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം ഒത്തുവന്നു. ടെക്നീഷ്യന്മാർ, എനിക്കിതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ ടെക്നീഷ്യന്മാരും എൻ്റെ AD അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. രാവും പകലും ഇല്ലാത്ത രീതിയിൽ. ക്യാമറ ചെയ്ത ഫാസിൽ നാസർ, പാച്ചിക്ക ഭയങ്കര ക്രേസി പരിപാടിയായിരുന്നു. ഈ പടം ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവരും ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഈ നിങ്ങളിപ്പോൾ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോൾ രഞ്ജിത്തിന്റെ അടുത്ത് ഒരു സംവിധായകൻ എന്ന രീതിയിലേ നിങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആയത്? അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? സിനിമകൾ ചെയ്ത സിനിമകൾ അത് മാസിന് മാസ്, ക്ലാസ്സിന് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കുറേ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് സിനിമകൾ കാണുമ്പോൾ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പം ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയ്ക്ക് സാറ് വന്ന സമയത്ത് നമ്മളെ പെർഫോമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ ധൈര്യമായിട്ട് പിന്നെ പോവാലോ, സാർ എന്തെങ്കിലും വേഷം തരുമോ എന്നൊക്കെ ചോദിച്ച് പല ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. 1-2 ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്, തിരക്കഥയുടെ ലൊക്കേഷനിലൊക്കെ. അപ്പം പിന്നെ പറഞ്ഞ സമയം ഔട്ടറാ വരും, ഇതിലങ്ങനെ അവിടെ ഇവിടെ നിൽക്കണ്ട നീ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ചെറിയ വേഷത്തിലൊന്നും ചെയ്യണ്ട, വരും എന്നൊക്കെ പറഞ്ഞു, വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പലരും കാണിക്കാൻ വന്നത്, പിന്നെ അസിസ്റ്റ് ചെയ്തു. അതെ. ഈ അതായത് ഇപ്പൊ പുള്ളിയുടെ സിനിമകളെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ പലപ്പോഴും. ഈ മെയിൽ ഡോമിനേഷനെ കുറിച്ചും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പുള്ളിയുടെ സിനിമകളുടെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഈ മുസ്തഫ ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അത് ഓരോ കാലഘട്ടത്തിലുള്ള ഒരു തോട്ടുകളായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മളൊരു 5 വർഷം മുന്നേ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ഇപ്പം ശരികളല്ല. ഇപ്പം നമ്മൾ ശരികളെന്ന് പറഞ്ഞത് ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയും അല്ലെങ്കിൽ പരാമർശിക്കാതിരിക്കുകയും ചെയ്യേണ്ടി വരുമായിരിക്കും. നമ്മൾ സൈലൻ്റ് ആവേണ്ട വരും ചില കാര്യങ്ങൾക്ക്. അത് ഓരോ കാലത്തെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി, അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ സാറിൻ്റെ സിനിമയിൽ മാത്രമായിട്ട് എനിക്ക് തോന്നിയില്ല, കുറേ സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പം ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലല്ലേ ജീവിക്കണേ. ഇപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഇതൊരു എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റും, സ്വാഭാവികം, മനുഷ്യന്മാരാണ്. അതാണ് ഈ ഒരു ഗാങ്സ്റ്റർ സിനിമ എടുക്കുന്നതിൻ്റെ ഇപ്പം നമുക്ക് പല തമിഴ് സിനിമകളും അല്ലെങ്കിൽ അങ്ങനെ മറ്റ് കൺട്രികളിലുള്ള സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ആ സ്പേസിലേക്ക് ഒരു സിനിമയായിട്ട് വരുമ്പോൾ എന്തെങ്കിലും റെഫറൻസ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, റെഫറൻസ് ഇല്ലാന്ന് ഞാൻ ഇതിൻ്റെ ക്യാമറമാൻ്റെ അടുത്തും മ്യൂസിക് ഡയറക്ടറുടെ അടുത്തും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഫറൻസ് ഇല്ല. എഡിറ്ററുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു റെഫറൻസും നോക്കിയിട്ടല്ല ഈ പടം ചെയ്തത്, അല്ലെങ്കിൽ കണ്ടിട്ടല്ല ചെയ്തത്. അങ്ങനെ ഒരു റെഫറൻസ് എൻ്റെ മനസ്സിലില്ല. പക്ഷേ നമ്മൾ ഇത്തരം റിയൽ ഇൻസിഡൻറ്റുകൾ അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാട് അങ്ങനത്തെ ഒരു ചുറ്റുവട്ടത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ചുറ്റും അങ്ങനത്തെ ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണക്കാർ, പല ടൈപ്പ് ഓഫ് ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു റെഫറൻസ് എനിക്ക് തോന്നിയില്ല, വേണം തോന്നിയില്ല ഈ സിനിമ മേയ്ക്കാനായിട്ട്. പിന്നെ കപ്പേളയ്ക്ക് ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടറുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, DOPൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റെഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കപ്പേള പോലൊരു സിനിമ ഇപ്പോഴും ഫിലിം സ്റ്റുഡൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ തിരക്കഥ നോക്കിയിട്ടല്ല, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റ് പഠിക്കുന്ന പിള്ളേർക്ക് ഇതിൻ്റെ ഫൂട്ടേജ് ആയിരുന്നു കൊടുത്തിരുന്നത്, നമ്മൾ എഡിറ്ററുടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം അങ്ങനെ ഒരു വേറൊന്നിനോട് സാദൃശ്യപ്പെടുത്താത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്യൂറായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കാലെങ്കിലും സ്റ്റോക്ക് തീരുന്നവർ. ഈ പുതിയ പിള്ളേരാണ് അവർ. ഓക്കെ, നിങ്ങൾ വർക്ക്ഷോപ്പൊക്കെ കൊടുത്തിരുന്നു, അതൊക്കെ എനിക്ക് തോന്നുന്നു അവരെ വിധത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ക്യാരക്ടറായി അഭിനയിക്കാൻ വന്നപ്പോൾ അവർ അതിലേക്ക് ഇറങ്ങി ചെയ്തു തുടങ്ങുമ്പോൾ ഉള്ള അവരുടെ ഒരു ഇൻവോൾവ്മെന്റും അത് കാണുമ്പോൾ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് തന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അവർ. പല സീക്വൻസുകളും, പ്രത്യേകിച്ച് ഫൈറ്റ് സീനിലൊക്കെ താഴെ ബെഡ് ഇടുന്നതിൻ്റെ മുമ്പൊക്കെ തന്നെ ചാടി വീണ്, അതെ, അങ്ങനെ റോപ്പ് ഇല്ലാണ്ട് ചാടി, അങ്ങനെയൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന പിള്ളേരാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവരെ കൂട്ടത്തിലൊരാളായിട്ട് അങ്ങ്
കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അവർ ഒന്ന് ഡൗൺ ആവണടുത്ത് അപ്പം പിടിച്ച് നമ്മൾ, എൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും അപ്പം പോയി കൈ പിടിച്ച് എല്ലാവരും ഒന്ന് വട്ടത്തിൽ നിന്ന് എടാ പൊളിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തിയത്. ഈ തിയേറ്ററിന്റെ ഒക്കെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സെറ്റിൽ ആ രീതിയിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വർക്ക്ഷോപ്പിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ കഴിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ഇവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ പല ഭാഗത്തു നിന്നായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പം സുരാജേട്ടനെ പോലുള്ളൊരു ആക്ടർ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചില സീനുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അത് ചിലപ്പം റാൻഡം ആയിട്ടായിരിക്കും, അവിടെ നിന്ന് ഇവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് ആ സീനിൽ നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ടും മുന്നോട്ടൊക്കെ ഒന്ന് ആലോചിച്ചേക്കണം, എന്താണ് കഴിഞ്ഞു പോയത്, എന്താണ് സ്ക്രിപ്റ്റ് വൈസ്. അപ്പം ആ രീതിയിലൊക്കെ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അതൊക്കെ ചെയ്തത്. നല്ല മെലഡി ഉണ്ട് കേട്ടോ ഇതില്. നമ്മൾ റാപ്പിനെ കുറിച്ച് പറയുമ്പോഴും BGM പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് എൻഡിലേക്കൊക്കെ അത് വരുമ്പോൾ ഭയങ്കര, എനിക്ക് തോന്നുന്നു പൊതുവെ നിങ്ങളുടെ സിനിമയിൽ നല്ല പാട്ട് വേണം നിർബന്ധമുള്ള ആളാന്ന് തോന്നുന്നു. ഇപ്പൊ കപ്പേളയിലെ കടുകുമണി ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്, ഇപ്പോഴും പ്ലേലിസ്റ്റിലുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമല്ല, അത് ചില ഈ ഡ്രാഫ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഒരു സോങ് ഇല്ലേ ഇതിനകത്ത്, മെലഡി പറഞ്ഞ ഒരു സോങ്, ഇമോഷണൽ പരിപാടി, അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തീരുമാനിക്കുന്നത്. സിനിമ എല്ലാം കഴിഞ്ഞിട്ടാണ്? അല്ല, സിനിമ ഷൂട്ട് ചെയ്ത് ആ ഒരു ഏരിയ, ആ സ്ക്രിപ്റ്റിൽ ആ ഒരു ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ഇതൊരു സോങ്ങിന് സാധ്യത ഉണ്ടല്ലോ. നമ്മൾ സ്പോട്ട് എഡിറ്റർ ബിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ഫൂട്ടേജ് അധികമാണ്, നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞപ്പം കറക്റ്റാണ്. അവിടെ ഒരു ഇമോഷണലി ആളുകളെ സിനിമയിലേക്ക് ഒന്നും കൂടി കണക്റ്റ് ആക്കുന്ന ഒരു സ്പേസാണ്. അപ്പം അത് വർക്കായി. അത് നല്ല രീതിയിൽ ക്രിസ്റ്റി കമ്പോസ് ചെയ്തു, നല്ല വരികൾ അൻവർക്ക് തന്നു, നന്നായിട്ട് പാടി സിത്താരയും ജയസ്ദാസും. കടുകുമണി ഇപ്പോഴും കേൾക്കാറുണ്ടോ? കടുകുമണി സത്യത്തിൽ വരികൾ ഉണ്ടായതിനു ശേഷമാണ് അതിൻ്റെ ഒരു കോമ്പോസിഷൻ നടന്നത്. അത് ആ വരി ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ, അയാൾ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ ശരിക്കും ലാസ്റ്റ് ടൈമിലാണ് കിട്ടിയത്. അതുവരെ അങ്ങനെ ഒരു എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ്. അപ്പൊ ഞാൻ വിനായകൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, വിനായകൻ വേറൊരു സോങ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴേക്ക് സമയം പോയി, ഇത് ഷൂട്ട് തുടങ്ങണം, അപ്പോൾ അതിൻ്റെ ഒരു വിധത്തിൽ അത് കട്ട് ചെയ്യണം. അപ്പോൾ കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു ഗരുഡുണ്ട്, അതാണ് വരി. ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു വരി അതാണ്, അതിൽ നിന്ന് തുടങ്ങണം വരി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ പുതിയൊരു ലിറിക്സിസ്റ്റാണ് അത് വരികൾ എഴുതിയത്. അതിനുശേഷമാണത് കമ്പോസ് ചെയ്തത്. അതിലെ കമ്പോസിങ്ങിൽ സിത്താരയുടെയും ഭയങ്കര കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതെ, ആ പാട്ട് ആദ്യം കേട്ടപ്പോൾ എന്താ തോന്നി? കാരണം ഇപ്പൊ കേൾക്കുമ്പോൾ എപ്പോൾ കേട്ടാലും എത്ര വട്ടം കേട്ടാലും ഫ്രഷ് ആണ്. എനിക്ക് പാട്ടിനോട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത് കേട്ടപ്പോൾ ഉള്ളൊരു ഇത് തന്നെ അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഒരു അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയ ഒരു സന്തോഷം എന്താ? സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഈ പറഞ്ഞ, ഞാൻ വിചാരിച്ചില്ല അത് അത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, വാവും. പിന്നെ അതിലെനിക്കൊരു സജഷനും പറയാണ്ടായിരുന്നില്ല. ഈ മുറ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ടെൻഷൻ എന്തായിരുന്നു? മുറ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ടെൻഷൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സുരാജേട്ടനും പാർവതി ചേച്ചിയും കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈ പുതിയ ആളുകളാണല്ലോ, ഇതെങ്ങനെ ഓഡിയൻസ് എടുക്കും. പിന്നെ ഒരു വിശ്വാസം, ഈ കണ്ടന്റിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തു വെച്ച പരിപാടി കൊള്ളാം എന്ന് പറയുന്നു. ഇതിൻ്റെ എഡിറ്റർ ചമൻ ഭയങ്കര രസമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. അതെ, ചമൻ ഇങ്ങനെ ഒരു ഫൈറ്റ് കട്ടിൻ്റെ ആളാണ്. അപ്പോൾ ചമനോട് ഞാൻ പറഞ്ഞു, ചമൻ ഇത് ഫൈറ്റ് പോലെ തന്നെ നമുക്ക് ഇമോഷൻ പരിപാടികളും വർക്കാവണം. അപ്പോൾ ആ രീതിയിൽ പുള്ളി അത് ഭയങ്കര രസമായിട്ട് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ബിസി പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മളെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് ഡബ് കട്ട് കിട്ടിയപ്പോഴാണ് പിന്നെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പം അവിടെ അങ്ങനെ ഉപയോഗിച്ചാലോ ഇവിടെ എങ്ങനെ ഉപയോഗിച്ചാലോ എന്ന് പറഞ്ഞാൽ ചില ഷോട്ടുകൾ നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്, ചില സീനുകൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ടെക്നീഷ്യന്മാർ വന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്തി. ഈ തിയേറ്ററിൽ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇട്ട് കാണുന്നുണ്ട്, പലരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് വന്നിട്ട് സംസാരിക്കുന്നതും പലരെയും പല രീതിയിൽ ഇത് ട്രിഗർ ചെയ്യുന്നത്. എനിക്ക് ആദ്യം കിട്ടിയത് ഇമോഷണലി വർക്ക് ആയില്ല എന്നുള്ള ഒന്ന് രണ്ട് ഞാൻ ആ സമയത്ത് ഭയങ്കര, കാരണം ഞാൻ പല സീൻ എടുക്കുമ്പോഴും ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ട്. ഈ പിള്ളേരെ കൂടെ നിന്നിട്ട് ഇവരെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഈ പറഞ്ഞ പോലെ ഇവരിലൊരാളായി നിന്ന് ഇമോഷണലി ഞാൻ കണ്ണ് നിറഞ്ഞ് നിന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരാജേട്ടനൊക്കെ എൻ്റെ അടുത്ത് നോക്കി, നീ എന്തിനാണ് അങ്ങനെ ഇമോഷണൽ? ഞാൻ പറഞ്ഞില്ല ഏട്ടാ, അത് ഇങ്ങനത്തെ ഒരു സീനായതുകൊണ്ട്. പിന്നെ അതൊരു സീനുണ്ട്, അതെൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വിയോഗ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു ഇമോഷൻ, അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അത് പറയാതെ ഇവരിലേക്ക് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കാം ചോദിച്ചപ്പോൾ ഈ സജിയൊക്കെ ചെയ്ത ക്യാരക്ടർ നമ്മൾ ഓഡിഷന് വന്നപ്പോഴും ഇങ്ങനത്തെ ഒരു ഇമോഷൻ സീക്വൻസ് കൊടുത്തത്.
അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല കേട്ടോ എനിക്ക് പറ്റില്ല, ഞാൻ ലൈഫിൽ അങ്ങനെ കരഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ബ്രദർ മരിച്ചിട്ടും ഞാൻ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഈ സീൻ എടുക്കുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, ഇവൻ എങ്ങനെ അതിലാണോ നിൽക്കണത് അവരെ ഇമോഷനിൽ. സജിയാണ് എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത്. ഇപ്പം അവസാനത്തേക്ക് വരുമ്പോഴും അല്ല, തുടക്കം തൊട്ടേ പല സിറ്റുവേഷൻസ് കൊണ്ടും എല്ലാം കൊണ്ടും. അപ്പം ഈ പറഞ്ഞല്ലോ ചിലർക്ക് വർക്കായി. എനിക്ക് തോന്നുന്നു തിയേറ്ററിലെ ഓഡിയൻസിന്റെയും കൂടെ ഒരു ഇതുണ്ട്. ഞാൻ കണ്ട തിയേറ്റർ ഫുൾ ഓഡിയൻസ് ആയിരുന്നു. എല്ലാവരും ഓരോ ഈ സ്ലോ മോഷൻസ് ഒക്കെ വരുമ്പോണ്ടല്ലോ കൈയടിച്ച് കൂവി അങ്ങനെ കാണുന്ന ഓഡിയൻസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അത് ഫീൽ ചെയ്യും. നല്ല സിനിമയാണെങ്കിൽ ഇതൊക്കെ വർക്ക് ആവുള്ളൂ, നല്ല സിനിമയാണ്, അതുകൊണ്ടും കൂടിയാണ്. ചിലപ്പോൾ അതിന്റെയും കൂടി ഈ ഓഡിയൻസിന്റെ കുറച്ച് പേരുടെ കൂടി കാണുമ്പോഴും അല്ലെ വേറെ തരം ഓഡിയൻസ് ആണെങ്കിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഇതെന്ന് തോന്നുന്നത്. FB പല കുറിപ്പുകൾ വായിക്കുമ്പോഴും അങ്ങനെയാ ഫീൽ ചെയ്യുക. ഇന്നലെ ഒരാൾ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. സിനിമ മുറ കാണാത്തൊരു സന്തോഷം. കണ്ടിട്ട് ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു ഭയങ്കര ആത്മാർത്ഥത ഉണ്ട്, ഒരു സുഖമുണ്ട് സംസാരിക്കാൻ. നമ്മൾ ഇനിയും കുറേ സംസാരിച്ചു പോകും. അതെ അതെ, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ആൻഡ് മൂന്നാമത്തെ സിനിമ വേഗം വരട്ടെ, നല്ല സിനിമ വരട്ടെ. ആവട്ടെ.